ഇതിനകത്ത് ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. അതിൽ സിനിമാ താരങ്ങളുണ്ട്, ബിന്ദു പണിക്കർ, ഭാമ തുടങ്ങിയ സിനിമാ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്, ദിലീപിന്റെ സ്വാധീനം അല്ലേ എന്ന്. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചത് കൊണ്ടല്ലേ എന്ന് പറയുന്നത്. അതിൽ ഈ കൂറുമാറ്റം എന്ന് പറയുന്ന സിമ്പിളായി പറഞ്ഞാൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് മാറ്റി കോടതിയിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പോലീസിന് കൊടുക്കുന്ന മൊഴി എങ്ങനെയാണ്? പോലീസ് അത് സാക്ഷിയുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങുന്ന മൊഴിയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ താരങ്ങൾ ആരെയും വിളിച്ചിരുത്തി എഴുതി അവരുടെ മുമ്പിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന മൊഴിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പലപ്പോഴും പോലീസ് അത് ഒരു സാക്ഷിയോട് തന്നെ പലവട്ടം ചോദിക്കുന്നുണ്ട്, പോയി കണ്ട് ചോദിക്കുന്നുണ്ട്, അവരെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസ് ഒന്ന് എഴുതി വെക്കും. അപ്പോൾ അതിൽ വളരെ ബോധപൂർവം അവർക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കുന്ന പോലീസുകാരുണ്ടാകാം, അല്ലാതെ അവർ പറഞ്ഞതിൽ നിന്ന് ചെറിയ ഡീവിയേഷൻസ് അങ്ങോട്ടും വന്ന് അബദ്ധങ്ങൾ പറ്റുന്നതുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് സാക്ഷി വായിച്ചു നോക്കി ഒപ്പിടുന്നതുമല്ല. അത് കോടതിയിൽ വരുമ്പോൾ സാക്ഷിക്ക് തോന്നുകയാണ് ഇത് ഞാൻ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ എത്രയോ കേസുകളിൽ സാക്ഷികളും പരാതിക്കാരൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടില്ല എന്നൊക്കെ എത്രയോ പേര് കോടതിയിൽ പറയുന്നു. വളരെ കോടതിയിലും പുറത്ത് മാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് പല കേസുകളിലും. അപ്പോൾ അത് കോടതിയിൽ ചെല്ലുമ്പോൾ അത് മാറ്റി പറയുമ്പോൾ കൂറുമാറിയെന്ന് പ്രോസിക്യൂഷൻ അവരെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം പ്രോസിക്യൂഷൻ അവരെ വിസ്തരിക്കുകയാണ്. ഇവർ കൂറുമാറിയതാണെങ്കിൽ അവരതൊരു കൃത്രിമമായിട്ട് ഇപ്പോൾ നിഷേധിക്കുന്നത് ആണെങ്കിൽ, അവരിലേക്ക് ഒരു പ്രതിഭാഗം ചേർന്നിട്ട് ബോധവർ നിൽക്കുന്നതാണെങ്കിൽ അവരെ ചോദിച്ച് പൊളിക്കാനുള്ള ക്രോസ് വിസ്താരമാണ് അവിടെ നടക്കുന്നത്. ആ അവരുടെ നിലപാടിനെ പൊളിച്ച് കൊണ്ടുവരിക എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ധർമ്മമാണ്. അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സാക്ഷി പറഞ്ഞതിനെ പൊളിക്കാൻ ആവശ്യമുള്ള തെളിവ് അവരുടെ കയ്യിലില്ലായിരുന്നു എന്നാണ്. അതിനർത്ഥം ആ സാക്ഷി പറഞ്ഞ സത്യമാണെന്നാകും. പിന്നെ മറ്റൊരു സാഹചര്യമുണ്ട്. കോടതിയിൽ 164 പ്രകാരം രഹസ്യമൊഴി കൊടുത്തതാണ് ഇവർ മാറ്റി പറഞ്ഞതെങ്കിലും കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കാം. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടുത്ത ദിവസം വരുന്ന വിധി, നാളെ വരുന്ന വിധി എന്തായാലും വ്യക്തമാകും. അത് അപ്പോൾ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്.